നമ്മുടെ അടുക്കളത്തോട്ടങ്ങളിൽ വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒരു പച്ചക്കറിയാണ് കോവയ്ക്ക. എന്നാൽ കേവലം ഒരു തോരനോ മെഴുക്കുപുരട്ടിയോ ഉണ്ടാക്കാൻ മാത്രമല്ല, ആയുർവേദത്തിലെ അമൂല്യമായ ഒരു ഔഷധം കൂടിയാണ് ഈ കുഞ്ഞൻ പച്ചക്കറി. ആയുർവേദത്തിൽ ബിംബി എന്നറിയപ്പെടുന്ന കോവൽ ഏതൊക്കെ രോഗങ്ങളെ പ്രതിരോധിക്കാനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ പറയേണ്ടത് പ്രമേഹത്തെക്കുറിച്ചാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ കോവലിന് പ്രത്യേക കഴിവുണ്ട്. കോവലിന്റെ ഇലയും കായയും വേരും കൂടി ഇടിച്ചു പിഴിഞ്ഞ നീര് 15 മുതൽ 20 മില്ലി വരെ പതിവായി കഴിക്കുന്നത് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കും. ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ ഇതിലെ ഘടകങ്ങൾ ഏറെ ഫലപ്രദമാണ്. വായ്പുണ്ണ് കാരണം കഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കോവലിന്റെ ഇളം കായകൾ പച്ചയ്ക്ക് ചവച്ചു കഴിക്കുന്നത് പെട്ടെന്ന് ആശ്വാസം നൽകും. അതുപോലെ തന്നെ ശരീരത്തിലെ വിളർച്ച അഥവാ അനീമിയ കുറയ്ക്കാനും ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാനും കോവലില ജ്യൂസ് സഹായിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന ഇരുമ്പ് സത്ത് രക്തമുണ്ടാകാൻ അത്യുത്തമമാണ്. വിട്ടുമാറാത്ത ചുമ, ആസ്മ തുടങ്ങിയ ശ്വാസകോശ രോഗങ്ങൾക്കും കോവൽ ഒരു മരുന്നാണ്. കഫത്തെ അലിയിച്ചുകളയാൻ ഇതിന്റെ ഇലയുടെ നീരിന് സാധിക്കും. മാത്രമല്ല, മഞ്ഞപ്പിത്ത ചികിത്സയിലും കോവലിന്റെ ഇലയും കായയും ചേർത്ത നീരുപയോഗിക്കാറുണ്ട്. ഇത് കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യാനും സഹായിക്കുന്നു. ഇനി ഇതിന്റെ ബാഹ്യമായ ഉപയോഗങ്ങൾ നോക്കാം. ശരീരത്തിലുണ്ടാകുന്ന നീരും വേദനയും മാറാൻ ഇല അരച്ച് ചെറുതായി ചൂടാക്കി പുരട്ടുന്നത് നല്ലതാണ്. പുഴുക്കടി, ചൊറി, വട്ടത്തിൽ മുടി കൊഴിച്ചിൽ എന്നിവയ്ക്കും ചിക്കൻ പോക്സ് വന്നതിനു ശേഷമുള്ള പാടുകൾ മാറാനും കോവലില അരച്ചു പുരട്ടുന്നത് ഫലപ്രദമായ ഒരു നാട്ടുവിദ്യയാണ്. കോവലിന്റെ കായ്കൾ മാത്രമല്ല, അതിന്റെ ഇലകളും ആരോഗ്യത്തിന്റെ കലവറയാണ്. നമ്മുടെ കേരളീയ പാരമ്പര്യത്തിൽ, പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ കഴിക്കുന്ന പത്തിലകളിൽ പ്രധാനിയാണ് കോവലില. ഔഷധക്കഞ്ഞിക്കൊപ്പം വിളമ്പുന്ന പത്തില തോരനിലെ ഈ സവിശേഷ സാന്നിധ്യം ശരീരത്തിന് മികച്ച പ്രതിരോധശേഷി നൽകുന്നു. ധാതുക്കളും വിറ്റാമിനുകളും ധാരാളമായി അടങ്ങിയിട്ടുള്ള കോവലില തോരൻ വെച്ച് കഴിക്കുന്നത് ദഹനപ്രക്രിയ സുഗമമാക്കാൻ സഹായിക്കും. അതുകൊണ്ട് കർക്കിടകത്തിൽ മാത്രമല്ല, സാധാരണ ദിവസങ്ങളിലും കോവലില നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതിന്റെ ഗുണങ്ങൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല. നമ്മുടെ പൂർവികർ വിവിധ രോഗങ്ങൾക്കും ആരോഗ്യപ്രശ്നങ്ങൾക്കും ഇതിനെ ഏതൊക്കെ രീതിയിൽ ഔഷധമായി ഉപയോഗിച്ചിരുന്നു എന്നതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു ലേഖനം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഓരോ ഔഷധപ്രയോഗങ്ങളും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രീതികളും അതിൽ നിങ്ങൾക്ക് വായിക്കാം. ആ ബ്ലോഗിന്റെ ലിങ്ക് താഴെ ആദ്യ കമന്റിൽ നൽകിയിട്ടുണ്ട്.